ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഡിസംബർ 11. എൻ്റെ ഒരു യൂഷ്വൽ ചെക്കപ്പ് ഡേക്ക് വന്നതാണ് ഞാൻ. അപ്പോൾ 37 വീക്കിലെ അപ്പോൾ രാവിലെ പോയി വോട്ടൊക്കെ ചെയ്തു. പിന്നെ ഇവിടെ വന്നിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ BP കുറച്ച് ഹൈ ആണ്, കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ ഒന്നുകൂടി ചെക്ക് ചെയ്യാം, കുറച്ചുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ PV ചെയ്തു. PV ചെയ്തപ്പോൾ സെർവിക്സ് ഒരു 1.5 സെൻറ്റിമീറ്റർ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒന്ന് കുറച്ച് BP നോക്കിയപ്പോൾ കുറച്ചും കൂടി BP കൂടുതലായി. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, ഇന്ന് അഡ്മിറ്റ് ചെയ്യാം, കാരണം നമുക്ക് കുറച്ച് ദൂരമുണ്ട് വീട്ടിൽ നിന്ന് വരാൻ. അങ്ങനെ അഡ്മിറ്റ് ചെയ്തു. ഞാൻ ആകെ കൊടുന്നിരിക്കുന്നത് ഈ ലിപ്സ്റ്റിക്ക് മാത്രമാണ്, വേറൊന്നും ഞാൻ എടുത്തിട്ടില്ല. ബേബിയുടെ ഏകദേശം സാധനങ്ങളൊക്കെ ഞാൻ എന്തോ ഭാഗ്യം കൊണ്ട് സെറ്റാക്കി വെച്ചു. ശരിക്കും എനിക്ക് ഡേറ്റ് തന്നിരിക്കുന്ന ഒരു അഡ്മിറ്റ് ആവുന്ന ഡേറ്റ് എന്ന് പറഞ്ഞത് 22-ാം തീയതിയാണ്. പക്ഷേ സംഭവം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഒന്നും, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നടക്കില്ല. ഞങ്ങൾ ഇന്ന് പുറത്ത് പോയി ഫോട്ടോസൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്. ബീച്ചിലൊക്കെ പോയി അടിപൊളി ഷൂട്ടൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. എല്ലാം സെറ്റാക്കി വെച്ചതാണ്. അപ്പോൾ അതിന് പറ്റിയില്ല. ലാബ് റൂമിലേക്ക് കയറിയിട്ട് ബേബിയുടെ ഹെഡ് റേറ്റ്, മൂമെൻറ്റ്സ്, അതുപോലെ പ്രിപ്പറേഷൻ എല്ലാം ചെയ്ത്, പിന്നെ എൻ്റെ ബ്ലഡൊക്കെ എടുത്ത് ടെസ്റ്റ് ചെയ്തു. റൂമിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് മനസ്സിലാക്കണം, എപ്പോൾ വേണമെങ്കിൽ അതൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് എല്ലാം നേരത്തെ വെക്കണം. ഹോസ്പിറ്റൽ ബാഗ് പ്രിപ്പറേഷൻ, ഹോസ്പിറ്റൽ ബാഗിൻ്റെ വീഡിയോ എടുക്കാമെന്നൊക്കെ വെച്ചിരുന്നതാണ്. പക്ഷെ ഇങ്ങനെയായിപ്പോയി. എന്ത് ചെയ്യാം, വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അവർ സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ്. സഞ്ജയ് കുമാർ അവിടെ ഉണ്ട്, സൂൺ ടു ബി എ ഡാഡ്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പോൾ മറ്റേ ആയി വിടാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ അവർ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഒരു യൂഷ്വൽ ചെക്കപ്പല്ലെന്ന് വെച്ചിട്ട് ആരും വീട്ടിൽ നിന്ന് ആരും ഇല്ല, ഞങ്ങൾ രണ്ടാളും മാത്രമാണ് വന്നിരിക്കുന്നത്. എൻ്റെ അമ്മ എപ്പോഴേ പറഞ്ഞതാണ് ഞാൻ വരാമെന്ന്. ഞാൻ പറഞ്ഞു, ഞങ്ങളല്ലേ പോകാറുള്ളത്, ഞങ്ങൾ പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വന്നതാണ്. ആക്ച്വലി ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ചു ക്രിസ്മസ് വീക്കിലായിരിക്കും എന്നൊക്കെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മൈൻഡിൽ. ആദ്യം കുറച്ച് വിഷമമൊക്കെ ഉണ്ടായിരുന്നു അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ. പിന്നെ ഓക്കെ, ഇതായിരിക്കും ഇതായിരിക്കും നല്ലതെന്ന് തോന്നി. അങ്ങനെ ഒക്കെ എല്ലാം പോസിറ്റീവായിട്ട് വിചാരിച്ചിരിക്കുകയാണ്. ഒരാളവിടെ നിന്ന് ഗെയിം കളിക്കുക, ഫോണിൽ കാണുകയാണ്, വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അമ്മയ്ക്ക് പ്രസവേദന, മക്കൾക്ക് വീണുവായനെന്ന് കേട്ടിട്ടില്ല ഗൈസ്. അതുകൊണ്ട് എൻ്റെ BP കുറച്ച് ഹൈ ആയതുകൊണ്ട് തന്നെ അവർ മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു ഇത് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ഇതിൽ കോമഡി എന്താണെന്ന് വെച്ചാൽ, ഇവിടെ അഡ്മിറ്റ് ചെയ്യലും പ്രിപ്പറേഷനും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ മൈൻഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് റിലാക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ BP ഏകദേശം നോർമലായി വന്നിട്ടുണ്ടായിരുന്നു. വീഡിയോകൾക്ക് എന്താ പറയാനുള്ളത്? പറഞ്ഞോ, വേറെ വീഡിയോ ചെയ്തു. അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? സഞ്ജന എന്താ പറയാനുള്ളത്? അമ്മക്ക് എന്താ പറയാനുള്ളത്? ഹാപ്പിയാണ് കുട്ടീനെ കിട്ടാ. നവ്യ മേഡം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഡെഡിക്കേഷൻ ലെവൽ. അമ്മ അതാ
കോളുകൾ വന്നുകൊണ്ടിരിക്കുന്ന ബിസി ലേഡി. അവിടെ അമ്മ കാണാം. സൂമാവര് ഡോക്ടർ വന്നപ്പോൾ ലേബർ റൂമിലേക്ക് ഓടിച്ചാടി പോയ ആളാണ് ഞാൻ. ഡോക്ടർ സർവീസിൽ എൻ്റെ അമ്മോ നല്ല വേദനയായിരുന്നു. ഞാൻ ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ ഞാൻ ആകെ വേണ്ട കുഴഞ്ഞിട്ടാണ് വന്നത്. അത്ര വേദനയായിരുന്നു. പിന്നെ അത് റൂമിലെത്തി ഒന്ന് നടന്നപ്പോഴേക്കും ജസ്റ്റ് നടന്നപ്പോഴേക്കും അത് പോകുന്നു. ഡോക്ടറോട് ചോദിച്ചു ഇത്ര പെട്ടെന്ന് താഴേക്ക് വന്നു. അങ്ങനെ ഡൈലേഷൻ നോക്കുമ്പോൾ ഏകദേശം 2 സെൻറ്റിമീറ്ററിൻ്റെ അടുത്ത് തന്നെ ഉള്ളൂ. അല്ലാണ്ട് ഡൈലേഷൻ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ രാവിലെ 5 മണിക്ക് എണീച്ച് പോകണം. പെയിൻ ഇൻഡ്യൂസ് ചെയ്യാനുള്ള മെഡിക്കേഷൻ എടുക്കണമായിരുന്നു. അങ്ങനെ എണീച്ചിരിക്കുകയാണ്. ഏകദേശം ആ ട്യൂബ് ഇട്ടാൻ്റെ ഒരു പെയിൻ അപ്പോഴും ഉണ്ടായിരുന്നു. ഒരാൾ നല്ല ഉറക്കമാണ് അവിടെ. ഞങ്ങൾ ലേബർ റൂമിലേക്ക് പോകാൻ റെഡിയായി നിൽക്കുകയാണ്. 7 മണി. ഇവിടെ ഇരിക്കാൻ നല്ല രസമല്ലേ. നമ്മുടെ റൂമിൻ്റെ പുറത്തുള്ള വ്യൂ നല്ല രസമായിരുന്നു. ആ സമയത്ത് സൂര്യൻ ഉദിച്ച് വരുന്ന ആ വെളിച്ചം. അങ്ങനെ പിന്നെ നമ്മൾ നടക്കാൻ പോയി. കുറച്ച് നടക്കണം, സ്റ്റെപ്പ് കയറണം. അപ്പോൾ റൂമിൻ്റെ പുറത്തായിരുന്നു ആദ്യം നടന്നിരുന്നത്. പക്ഷേ എനിക്ക് കുറച്ച് കാറ്റും വെളിച്ചൊക്കെയുള്ള സ്ഥലം വേണമെന്നുള്ളത് ഞാനും സഞ്ജുവും കൂടെ താഴെ പോയി അവിടെയാണ് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ സമയം 11:39. 5 മണിക്കൊരു പെയിന് ഇൻഡ്യൂസ് ചെയ്യാൻ മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് മൈൽഡായിട്ടുള്ള കൺട്രാക്ഷൻസ്. അപ്പോൾ 11 മണിക്ക് 2ാമത്തെ ഡോസ് തന്നു പെയിനിനുള്ളത്. ഇനിയിപ്പോൾ നടക്കണം. പിന്നെ ഇനി 1 മണിക്ക് ചെല്ലണം. അപ്പം ഇനി നടക്കുകയാണ്. ഇവിടെ ഒരാളുണ്ട്. സഞ്ജീവൻ എന്താ പറയുള്ളൂ? വേദിനോടൊന്ന് പറയാമോ? വേഗം വരാനാ? ചേച്ചിയുടെ ഡെലിവറി കഴിഞ്ഞു. പെൺകുട്ടിയാണ് ഗൈസ്. എനിക്ക് C-സെക്ഷൻ ആയിരുന്നു. C-സെക്ഷൻ കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ വന്നിരിക്കുന്ന ടൈമാണിത്. അപ്പോൾ എനിക്ക് പെയിൻ ഇൻഡ്യൂസ് ചെയ്തിട്ടും സെർവിക്സിന് ഡൈലേഷൻ വന്നില്ല. നമ്മൾ തലേന്ന് ഡോക്ടർ PV ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു CPD ഉണ്ട്, മേ ബി C-സെക്ഷൻ ആയിരിക്കും, നമുക്ക് ഒരു ദിവസം കൂടി നോക്കി നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഒരു ദിവസം കൂടി നോക്കിയതാണ്. പക്ഷേ ഡൈലേഷൻ വന്നില്ല. പക്ഷേ എനിക്ക് ഭയങ്കര പെയിൻ വന്നു. എൻ്റെ വാട്ടർ ബ്രേക്കായി. അത്ര പെയിനായിരുന്നു. ഭയങ്കര പെയിനിലിരിക്കുന്ന ടൈമിൽ പിന്നെയും PV ചെയ്തപ്പോൾ ഡൈലേഷൻ ഇല്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് C-സെക്ഷൻ ചെയ്യാം. അത്ര ടൈം ആയതുകൊണ്ട് തന്നെ ബേബിയുടെ ഹെഡ് റേറ്റ് ഡിപ്പ് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ എമർജൻസി C-സെക്ഷന് പോയതാണ്. എനിക്ക് ആ സമയത്ത് C-സെക്ഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ഓക്കെ ആയിരുന്നു. കാരണം എനിക്ക് അത്ര പെയിനിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. C-സെക്ഷന് കയറിയിട്ട് മറ്റേ സ്പൈനിൽ ഇഞ്ചെക്റ്റ് ചെയ്യണ ആ ഇഞ്ചക്ഷൻ്റെ പെയിന് പോലും കുത്തിയത് പോലും ഞാൻ അറിഞ്ഞില്ല. കാരണം അത്ര പെയിനിലായിരുന്നു. എല്ലാവരും പറയും അത് നല്ല വേദനയായിരുന്നു. പക്ഷെ ഞാനൊന്നും അറിഞ്ഞില്ല ആക്ച്വലി. ഡിസംബർ 15 അല്ലേ? 4ാമത്തെ ദിവസമായി. അപ്പോൾ 4 ദിവസമായോ? 3 ദിവസം. അപ്പോൾ ബേബി NICUലായിരുന്നു. ബേബിക്ക് കുറച്ച് കോൾഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബേബീനെ ഇന്ന് ഷിഫ്റ്റ് ചെയ്യും റൂമിലേക്ക്. ഞങ്ങൾ ഇന്നാണ് ആദ്യമായിട്ട് ഫീഡ് ചെയ്തത്. അപ്പോൾ ഇനി 6 മണിക്ക് ഒന്നുകൂടി പോയി ഫീഡ് ചെയ്യാണ്ട്. ഇനി 7 മണിയാകുമ്പോഴേക്കും ബേബി വരും. എക്സൈറ്റഡ് ആണോ? പറ, എന്തായാലും പറ.
16-ന് വൈകിട്ടാണ് ബേബി റൂമിലേക്ക് വരുന്നത്. ബേബിക്ക് CRP ഹൈ ആയതുകൊണ്ട് തന്നെ ബേബിന് 2 നേരം ഇഞ്ചക്ഷനൊക്കെ എടുക്കുമായിരുന്നു. അപ്പോൾ കുറച്ചൊന്ന് സെറ്റായപ്പോഴാണ് അവർ അലോ ചെയ്ത് റൂമിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ബേബിക്ക് മഞ്ഞുള്ളതുകൊണ്ട് തന്നെ റൂമിൽ തന്നെ ലൈറ്റ് ഇട്ടിട്ട് അതിൻ്റെ ചുവട്ടിൽ കിടക്കുമായിരുന്നു. ആൾ കുറച്ച് വാശിയുള്ളതുകൊണ്ട് ഇതിൻ്റെ ചുവട്ടിലൊന്നും കിടക്കുന്നുണ്ടായിരുന്നില്ല. എണീച്ചാൽ ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ആൾക്ക് ഈ CRPയുടെ ഇഞ്ചക്ഷൻസ് 2 നേരം പോകുന്നതുകൊണ്ട് തന്നെ അവിടെ ഒരു കരച്ചിലായതുകൊണ്ട് മൊത്തത്തിലൊരു കരച്ചിൽ മയമായിരുന്നു ഞങ്ങൾ. ഒരാളോട് കളിച്ചോണ്ടിരിക്കുക. എനിക്ക് C-സെക്ഷൻ ആയതുകൊണ്ട് തന്നെ പാലുണ്ടായിരുന്നില്ല. 3 days കഴിഞ്ഞിട്ടും വളരെ കുറച്ച് പാല് മാത്രമേ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ബേബിക്ക് ഫോർമുലയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈവൻ ഫോർമുലയാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിലും നമ്മൾ ഫസ്റ്റ് ഒന്ന് ബ്രസ്റ്റ് ഫീഡ് ചെയ്യിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഫോർമുല കൊടുക്കുകയുള്ളൂ. കാരണം ബേബി ലാച്ച് ചെയ്തിട്ട് സക്ക് ചെയ്താൽ മാത്രമേ പാല് വരുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ബ്രസ്റ്റ് ഫീഡ് തന്നെയാണ് ചെയ്യിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് December 17 അപ്പോൾ ഇന്ന് ബേബി ഉണ്ടായിട്ട് 4ാമത്തെ ദിവസമാണ്. അപ്പോൾ ബേബിക്ക് ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ പോയിട്ട് ഇഞ്ചക്ഷൻ എടുത്തിട്ട് വന്നിട്ടിരിക്കുകയാണ്. കുഴപ്പമൊന്നുമില്ല. മറ്റേ ക്യാൻഡിലിട്ട് കാരണം ആൾക്ക് കുഴപ്പമൊന്നുമില്ല. ഇന്ന് രാവിലെ ഒരു കയ്യിലുണ്ടായിരുന്നത് അപ്പത്തെ വയ്ക്കുന്നത് മാറ്റി കുത്തി. അപ്പോൾ കുറച്ച് സീനായിരുന്നു. പിന്നെ ഇപ്പോൾ ഏകദേശം ആളുടെ CRP ലെവലൊക്കെ ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. മിക്കവാറും നാളെ ഡിസ്ചാർജ് ചെയ്യുന്നതാണ് പറഞ്ഞത്. നാളത്തെ അപ്പോൾ ഇഞ്ചക്ഷനൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം CRP ടെസ്റ്റ് ചെയ്തിട്ട് ഡിസ്ചാർജ് ചെയ്യുന്നുണ്ടാവും. ബേബിയുടെ അച്ഛൻ ഇതവിടെ നല്ല ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബേബിയുടെ അച്ഛ അപ്പോൾ നമ്മൾ കൺമണി എന്നാണ് വിളിക്കുക. പിന്നെ വെയിലുള്ളതാണോ? കയ്യേ ഇവിടെ വെച്ചിട്ട് വയ്യാന്നുള്ള ലെവലിലാണ് നമ്മൾ ശത്ത് വെയിലുള്ളതാണോ? വെയിൽ കൊണ്ടുകൊണ്ടിരിക്കുക. ഇപ്പം മഞ്ഞ് കുറവുണ്ടമ്മ? ഇങ്ങനെ നോക്കിയത് ഇങ്ങനെ നോക്കുമ്പോൾ ചോപ്പ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കും. എന്താണ് പാലിട്ടുന്നില്ലേ കുഞ്ഞിന്? പാലിട്ടുന്നില്ലേ? ഇത് നമ്മുടെ ബേബിൻ്റെ ഫാദറിൻ്റെ ഫസ്റ്റ് സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട് ടൈമാണ് കേട്ടോ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈമാണ്. പ്രത്യേകിച്ച് നമ്മളൊരു ന്യൂ ബോൺ നമ്മുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് ട്രൈ ചെയ്യണം. കാരണം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ബേബിക്കും ഫാദറിനും ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അവർ തമ്മിലുള്ള ബോണ്ടൊക്കെ കൂടും. അതുപോലെ ബേബിക്ക് സേഫാണ്. അതുപോലെ ബേബി കാമായിട്ടിരിക്കും. ബേബിയുടെ സ്ലീപ്പ് ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യും. പിന്നെ ബേബി ഫാദറിൻ്റെ അടുത്ത് കിടക്കുമ്പോൾ ഒരുപാട് കൂടുതൽ നേരം ഉറങ്ങും. ബേബിക്ക് ഒരുപാട് ഹാപ്പി ഹോർമോൺസ് ഉണ്ടാവും. ഇതൊക്കെ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് ആണ് കേട്ടോ. ആളെ എടുത്ത സമയത്ത് ഗേൾ ആണെന്ന് പറഞ്ഞ് എന്നെ കാണിക്കുമ്പോൾ ഞാൻ ഒരു നോട്ടം കണ്ടതാണ്. പിന്നെ ആൾ NICയിലായിരുന്നു. പിന്നെ നമ്മൾ രാവിലെയും വൈകിട്ടും ഒരു നോട്ടം പോയി കാണുമായിരുന്നു NICക്ക്. അപ്പോൾ പിന്നെ റൂമിലേക്ക് മാറ്റിയതിന് ശേഷം ആളെ നോക്കിക്കൊണ്ടേ ഇരിക്കുന്നു. എത്ര കണ്ടാലും മതി വരാത്ത പോലെ ആളെ നോക്കിയിരിക്കുകയായിരുന്നു ഞങ്ങൾ. ഡിസ്ചാർജായി പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി കുറച്ച് ഫോർമാലിറ്റീസും കൂടി ഉണ്ട്. അപ്പോൾ അതൊക്കെ സെറ്റാക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ് വീട്ടിൽ പോകാൻ. ഒരു മേലേക്കാ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഇവിടെ ഹോസ്പിറ്റലിലേക്ക് വന്ന് തന്നെ മാമിനെ ഇങ്ങനെ കാണാനുള്ള ഒരു ഇതുപോലെ എന്തോ ഒരു ദൈവനിശ്ചയം പോലെ തോന്നുന്നു. ഞങ്ങളോട് ഇതൊന്നും ചോദിച്ചപ്പോൾ ഞങ്ങൾ അതന്നെ പറഞ്ഞിട്ടില്ല. ഞാന് എന്ന് വെച്ചാല് CS എടുക്കുമ്പോഴേ ചിലർ സമ്മതിക്കില്ല. ഇവിടെ നമ്മൾ എത്ര പറഞ്ഞാലും ഞങ്ങൾക്ക് മനസ്സിലായി. അതപ്പൊ എനിക്ക് നിങ്ങളും നമ്മളെ കൂടെ നിക്കുമ്പോ നമുക്കൊരു സന്തോഷമാണ്. പിന്നെ ബേബിക്ക് എന്താ വെച്ചാ ചെറിയ എന്തോ ഒരു അത് നമ്മളെ കയ്യിലല്ലല്ലോ. അവരല്ലേ തീരുമാനിക്കാൻ. എന്നാലും ആള് ഉഷാറായി. നിന്നെ പോലെയാണ് തോന്നുന്നത്. മെസ്സേജും നമ്പർ തന്നിട്ടുണ്ടല്ലോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കൂട്ടോ.
2-3 പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. അതെ ശ്യാമിലി മാം, ഞാൻ 8ാം മാസം ലാസ്റ്റ് തൊട്ടാണ് മാമിനെ കൺസൾട്ട് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ മാം ഒരു ഡോക്ടറിനേക്കാൾ ഉപരി എനിക്കൊരു ഫാമിലി മെമ്പർ പോലെയാണ്. മാം തന്ന ലവും കെയറും ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള ഈ ഒരു ടൈം ഈസി ആയിട്ട് ഗോ ത്രൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാം തന്നിട്ടുള്ള ആ ഒരു കംഫർട്ടും ആ ഒരു സപ്പോർട്ടും കൊണ്ടൊക്കെയാണ്. എനിക്ക് മാമിനെ കണ്ടാൽ തന്നെ ഞാൻ റിലാക്സ് ആകുമായിരുന്നു. മാമിനെ കാണുമ്പോൾ തന്നെ മൊത്തത്തിൽ ഒരു പോസിറ്റീവ് ഓറയായിരുന്നു. എനിക്കറിയില്ല അതെങ്ങനെ പറഞ്ഞറിയിക്കണം. ഇവിടുന്ന് പോരുമ്പോൾ ഞാൻ ശരിക്കും കരയായിരുന്നു. എനിക്ക് മാമിനെ എനിക്ക് കാണാൻ പറ്റില്ലല്ലോ എന്നുള്ള സങ്കടമായിരുന്നു എനിക്ക്. ഞാൻ അത് എൻ്റെ അമ്മ അടുത്തൊക്കെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, നമ്മൾ ഹോസ്പിറ്റലിലും പോയിട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പിടിക്കാം. നമുക്ക് ഫ്രെയിമൊക്കെ ഡോക്ടർ വന്നു. പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡ് ചോലംകുന്നാണ് നമ്മുടെ ഹോസ്പിറ്റൽ വരുന്നത്, ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ. ഇവിടെ മെറ്റേണിറ്റിയുടെയും ഫെർട്ടിലിറ്റിയുടെയും ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. പ്രഗ്നൻ്റ് ആയവർക്ക് ഞാനിവിടെ സജസ്റ്റ് ചെയ്യണു. കാരണം എൻ്റെ അനുഭവത്തിൽ എനിക്ക് അത്രയും നല്ല സർവീസാണ് ഇവിടെ നിന്ന് കിട്ടിയത്. പ്രത്യേകിച്ച് എൻ്റെ ഡോക്ടർ, ഇത്രയും നല്ല ഡോക്ടറെ കിട്ടിയതിൽ ഞാൻ ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ്. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.